ഒരു മകൻ അച്ഛന്റെ വീണുപോയ ബഹുമാനം ഉയർത്താൻ ആകുലനായി. അത് ചെയ്യുമ്പോൾ താൻ ധർമ്മത്തെ തന്നെ മണലിലേക്കിടുന്നുവെന്ന് അവൻ അറിയില്ലായിരുന്നു. പ്രണയം കൊണ്ടുള്ള ഒരു പ്രതിജ്ഞയ്ക്കും വൈരം പാകം ചെയ്യാം. ശുദ്ധമായ അഗ്നിയാണെങ്കിലുമെന്ത്, അതിനുന്തലുകൾക്കല്ലാതെ മറ്റൊന്നും അറിയില്ല. ദൃശ്യവും 3. 14-ാം ദിവസം യുദ്ധം രൂപം കൈകൊള്ളുന്നു. 14-ാം ദിവസം യുദ്ധം അതിന്റെ അവസാന മുഖം കീറിയെറിയുകയായിരുന്നു. മാനവും ബഹുമാനവും തകർന്ന ആയുധവസ്ത്രം പോലെ ഉപേക്ഷിക്കപ്പെട്ടു. സൂര്യൻ പോലും പിന്മാറുന്ന പോലെ തോന്നി, ക്ഷിതിജത്തിലേക്ക് ഓടിക്കളയുന്ന വണ്ണം. മനുഷ്യൻ എത്രത്തോളം നിലംപതിക്കും എന്നതിന്റെ സാക്ഷിയായി നിൽക്കാൻ പോലും തയ്യാറല്ലാതിരിക്കുക പോലെ. അർജുനൻ മുന്നോട്ട് പായിച്ചു, കോപത്തിന്റെ ഒരു ഗ്രഹശകലമായി. ജയദ്രഥനെ അസ്തമയ സൂര്യനു ശേഷം കൊല്ലുമെന്നെടുത്ത പ്രതിജ്ഞയുടെ ജ്യോതിയോട് ബന്ധിതമായി. അവന്റെ വഴി നീക്കം ചെയ്യാൻ കൃഷ്ണൻ സത്യകിയെ വിട്ടയച്ചു. വിശ്വാസത്തിൽ ഉരുക്കപ്പെട്ട വാൾ പോലെ രക്തത്തിന്റെയും പൊടിയുടെയും കുയിൽ തള്ളിക്കൊണ്ടുപോയത്. പക്ഷേ ഭൂരിശ്രവസ് അർജുനനെ തടയാനല്ല വന്നത്. അവൻ ഒരു ഭൂതത്തെ സംസ്കരിക്കാൻ വന്നതായിരുന്നു. ഭൂരിശ്രവസ് കണ്ണുകൾ കത്തിരിച്ചുകൊണ്ട്, ശിനിയുടെ സന്തതിയെ, നിന്റെ വീഴ്ച എന്റെ അച്ഛന്റെ ഗൗരവം വീണ്ടെടുക്കട്ടെ. നിന്റെ രക്തം എന്റെ വംശം ശുദ്ധമാക്കട്ടെ. സത്യകി അചഞ്ചലമായി, മൗനത്തിലുള്ള ഉരുക്കുപോലെ, ഞാൻ ധർമ്മത്തിനായാണ് പോരാടുന്നത്, നീ പൊടിക്കും നിഴലുകൾക്കുമായി. അവരിൽ ഇരുവരെയും ഒരിക്കൽ വഴി തെളിപ്പിച്ച ഗുരുവായ ദ്രോണൻ ദൂരത്തിൽ നിന്ന് നോക്കി. അവൻ നീങ്ങില്ല, അവൻ സംസാരിക്കില്ല, അവൻ വെറും നോക്കി നിന്നു. അഹങ്കാരം അളവ് മറന്നപ്പോൾ മനുഷ്യൻ എങ്ങനെ മനുഷ്യരല്ലാത്തതിലേക്ക് തള്ളപ്പെടുന്നു എന്നതിന്റെ ദൃക്സാക്ഷിയായി. എല്ലാ യുദ്ധങ്ങളും ജയത്തിനായല്ല. ചില യുദ്ധങ്ങൾ പഴയ മുറിവുകൾ പുതുപ്പിച്ച രക്തത്തോടെ മൗനമാക്കാനാണ്. ദൃശ്യവും 4. ഏകാന്ത സമരം. പൊടി ഉയരുന്നു പോലെ അമ്പരത്തിൽ നിന്ന് ഉണരുന്ന മുൻഗാമികളുടെ ആത്മാക്കൾ. ആ അക്രമത്തിനുള്ളിൽ 2 യോദ്ധാക്കളെ പരസ്പരം ചുറ്റി നടക്കുന്നു. സത്യകിയും ഭൂരിശ്രവസും യുദ്ധത്തെക്കാൾ പഴയ സമരത്തിലേക്ക് പതിഞ്ഞവരായി. ലോകം അകന്നു പോകുന്നു. ഇവിടെ ഇനി സൈന്യങ്ങളില്ല, സാക്ഷികളില്ല. ഉണ്ട് വെറും രക്തം, ശ്വാസം, വാൾ.